എന്താണ് എന്താ കാര്യം എന്താണ് എന്ത് ഏ ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ആമിയുടെ കുടുക്ക പൊട്ടിക്കാൻ പോവാട്ടോ. അവർക്ക് ഭയങ്കര അർജന്റ് വാങ്ങണ്ട്. തുറന്നു കൊടുക്കട്ടോ. അച്ഛന് കൊടുക്കുവോ? പൈസ അച്ഛന് കൊടുക്കുവോ ആമി? കൊടുക്കുവോ? അച്ഛനാണോ കൊടുക്കുക അമ്മയ്ക്കാണോ കൊടുക്കുക? അച്ഛക്ക് ഒന്ന് അമ്മയ്ക്ക് മൂന്നെണ്ണം കേട്ടോ. തുറക്കട്ടെ നമുക്ക് അങ്ങനെയാണെങ്കിൽ. അപ്പൊ ഞങ്ങളിത് എന്താണ് അധികം ഒന്നും ആയിട്ടില്ല കേട്ടോ. ഇത് കളക്ഷൻ തുടങ്ങിയിട്ട് വിഷു കഴിഞ്ഞ സമയത്താണിത് ആക്കിയത്. അപ്പൊ കുറച്ച് വിഷു കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. അമ്മ കാണിക്കട്ടെ അത്. എന്താ ബദാമിയേ? അപ്പൊ നോട്ടൊക്കെ അവളെന്നെ പുറത്തേക്ക് എടുത്തിട്ടോ. കൊറേ കോയിനാണ്. ഇത് ചില്ലറൊക്കെ ശ്രുതി വർക്ക് കഴിഞ്ഞ് വരുമ്പോഴൊക്കെ അവൾ എടുത്തിട്ട് കൊണ്ടുവന്നിരുന്നതാണ്. അധികം ഒന്നും ഇല്ല, ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ട് ഇത് കുറച്ചായിട്ടുള്ളൂ. കോയിൻസ് ആണ് കൂടുതലുള്ളത്. പക്ഷെ അവർക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞു. ഓപ്പൺ ചെയ്തു. അയ്യോ അമ്മ എടുക്കുന്നു. അമ്മക്ക് തരാൻ പറഞ്ഞതില്ലേ? മൂന്നെണ്ണം അമ്മക്ക് തരാൻ പറഞ്ഞില്ലേന്നോ? എന്താ തൊട്ട് ഒരു ദർഫൊക്കെ ഉണ്ട്. ഞങ്ങളിന്ന് മിക്കവാറും ഇതിന് ആമിക്ക് ഒരു സാധനം വാങ്ങിക്കും. അതൊക്കെ ദർഹംസാണ്. എന്തിനാ തല്ലണത് വാവേ? പായോ? എന്തൊക്കെ എവിടുന്ന് പഠിച്ചു പായെന്നൊക്കെ? തരോ അമ്മേ? അമ്മ എത്ര തരോ? ആണോ? ഓക്കെ ഓക്കെ, താങ്ക് യു. 2 റുപ്യ തന്നത്. അപ്പോൾ ഞാനതിൻ്റെ കോയിൻസൊക്കെ എണ്ണി വെക്കുക കേട്ടോ. കോയിൻസാണ് കൂടുതലും, ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ ഇതിൻ്റെ പാസ്വേഡ് എനിക്ക് അറിയുള്ളൂ. അപ്പോൾ പിന്നെ എന്താ അർജൻറ്റായിട്ട് കോയിൻസിൻ്റെ ഇതിൻ്റെയൊക്കെ ആവശ്യം വരികയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് സാധനം എടുക്കാറുണ്ട്. അതാരും അറിയാറില്ല എന്നുള്ളൂ. നമ്മൾ അമ്മമാർക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ എന്താ പറയുക, മിക്കവാറും ഈ ഹരിതകർമ്മസേനേൻ്റെ ആൾക്കാരൊക്കെ വരുമ്പോൾ ഒരു 50 രൂപയുടെയൊക്കെ ആവശ്യം വരുമ്പോഴാണ് ഞാനത് എടുക്കാറ്. വേറെ എന്താണ് അങ്ങനെ വേറെതായിട്ടൊന്നും അവളെ അടുത്തൊന്നും എടുക്കാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ടോട്ടലായിട്ടുള്ളത്. ഏകദേശം ഒരു 5 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിന് അവൾക്ക് തന്നെ എന്തെങ്കിലും വാങ്ങിക്കണം എന്നാണ് ഞാനും ശ്രുതിയും വിചാരിക്കുന്നത്. അപ്പോൾ മിക്കവാറും ഇന്ന് അതും ഉണ്ടാവും. അങ്ങനെ ആമിക്കുട്ടി ഞാൻ പടുത്തുയർത്തിയ ഗോപുരങ്ങൾ തള്ളിയിടുന്ന തിരക്കിലാണ്. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഒന്ന് ജ്വല്ലറി പോയിട്ടോ. അവിടെ പോയത് ആമിക്കൊരു സ്റ്റഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് തന്നെ എന്തെങ്കിലും വാങ്ങണം. അപ്പോൾ സ്റ്റഡ് എടുക്കാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അങ്ങനെ ഒരു ബലൂണൊക്കെ കിട്ടിയപ്പോൾ ആൾ കുറച്ച് നേരം കളിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കുറേ നേരം നോക്കിയിട്ടോ. കുറേ നേരം നോക്കിയതിന് ശേഷം ലാസ്റ്റ് ഞങ്ങൾ എന്താണ് ഡയമണ്ടിൻ്റെ ഒരു സ്റ്റഡ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് മാറിപ്പോയി. അങ്ങനെ എന്താണ് ആ ഒരു എമൗണ്ടിന് ഒതുങ്ങുന്ന രീതിയിൽ പിന്നെ അവളുടെ ഒരു പൊട്ടിയൊരു കമ്മലുണ്ടായിരുന്നു, അതും കൊടുത്തിട്ട് അവർക്ക് സ്റ്റഡ് വാങ്ങിച്ചു. ഇതാണ് ഐറ്റം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.